ഈസി ലേണിംഗ് ഫോർ യു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് തേർഡിലെ എൻവയോൺമെൻറ്റൽ സയൻസിലെ സെക്കൻഡ് ലെസണായ ഫ്രം ഡൂഡിൽ ബാക്ക് ടു ടസ്കറാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ അതിലെ ഓൾ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ലെസണിലേക്ക് കടക്കാം. ഹൗ ഇൻട്രസ്റ്റിംഗ് ലൈഫ് ഇൻ ദ ഫോറസ്റ്റ് വാസ്. ഫോറസ്റ്റിൽ ലൈഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വൈൽഡ് ട്രോട്ടിങ് എലോങ് വിത്ത് മോം. എൻ്റെ അമ്മയുടെ കൂടെ ഇങ്ങനെ സവാരിക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ സോ മെനി ഫ്രണ്ട്സ് ഓൺ ദ വേ. ധാരാളം ഫ്രണ്ട്സ് ആ വഴിയിൽ കാണുമായിരുന്നു. ചിന്നു ദ റാബിറ്റ്, ക്യൂട്ടി ദ ഡിയർ, കേലു ദ ഫോക്സ്, മീനു ദ പാരറ്റ്, മിനി ദ ബട്ടർഫ്ലൈ ആൻഡ് പപ്പു ദ ബിയർ ഓൾ ചാറ്റഡ് വിത്ത് മീ. ചിന്നു എന്ന റാബിറ്റും ക്യൂട്ടി എന്ന മാനും, കേലു ഫോക്സ്, മീനു എന്ന തത്തയും, മിനി എന്ന ബട്ടർഫ്ലൈയും, പപ്പു എന്ന കരടിയും ഒക്കെ ഞാനുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. വാട്ട് കുഡ് ദേ ബി ഡൂയിങ് നൗ? ഇപ്പം അവരെന്ത് ചെയ്യുമായിരിക്കും? ഇതാരായിരിക്കും പറഞ്ഞിട്ടുള്ളത്? നോക്കിക്കേ, ആരാണ് ഇവിടെ? ഒരു എലിഫൻ്റ് ആണല്ലേ. എലിഫൻ്റാണ് എന്ത് ചെയ്തത്? ഈ വാക്കുകളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ദ ചൈൽഡ്ഹുഡ് ഓഫ് കിറ്റൻ ദ എലിഫൻറ്റ് വാസ് സോ ഇൻട്രസ്റ്റിംഗ് വാസ് ഇറ്റ് അല്ലേ. ആ കിറ്റൻ എന്ന എലിഫൻറ്റിൻ്റെ കുട്ടിക്കാലം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഹൂ ഓൾ വെയർ കിറ്റൻസ് ഫ്രണ്ട്സ്. നമ്മളെ പിക്ചറിൽ കണ്ടായിരുന്നു. കിറ്റൻസ് എന്ന് പറയുന്ന എലിഫൻറ്റിൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയായിരുന്നു? റാബിറ്റ് ഉണ്ടായിരുന്നു, ഫോക്സ് ഉണ്ടായിരുന്നു, പിന്നെ എന്താണ്, പാരറ്റ് ഉണ്ടായിരുന്നു, ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു, ഡിയർ ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് ആർക്കുണ്ടായിരുന്നു? നമ്മുടെ ഈ കിറ്റൻ എന്ന് പറയുന്ന എലിഫൻറ്റിനുണ്ടായിരുന്നു. ട്രൈ ടു റൈറ്റ് സോ മെനി ക്രിയേച്ചേഴ്സ് അറൗണ്ട് എസ് ആർ ഇൻ ദെയർ അല്ലേ. നമുക്ക് ചുറ്റും ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ആനിമൽസ് ആയാലും ബേർഡ്സ് ആയാലും അല്ലേ. കൗ, ഗോട്ട്, പിന്നെന്താണ്, ഗോട്ട്, ഡക്ക്, ഹെൻ, അങ്ങനെ ഒത്തിരി, പാരറ്റ്, അങ്ങനെ ഒത്തിരി ജീവജാലങ്ങൾ നമുക്ക് ചുറ്റും കാണപ്പെടുന്നു. ഡോൺ യു കീപ് ക്രിയേച്ചേഴ്സ് ഇൻ യുവർ ഹൗസ് ടു അല്ലേ. നമ്മുടെ വീടുകളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഓരോ ജീവജാലങ്ങളെയും സൂക്ഷിക്കാറുണ്ട് അല്ലേ, സംരക്ഷിക്കാറുണ്ട്. വൈ ഡു വി കീപ് ദം? നമ്മൾ എന്തിനാണ് അവയൊക്കെ സൂക്ഷിക്കുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും? മിൽക്കിന് വേണ്ടിയിട്ടായിരിക്കാം, എഗ്ഗിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മീറ്റ്. പിന്നെ ചില ആനിമൽസിനെ നമ്മൾ പെറ്റ്സായിട്ടും വളർത്താറുണ്ട്. ടാബുലേറ്റ് നെയിംസ് ഓഫ് ക്രിയേച്ചേഴ്സ് ദാറ്റ് വി ഫീഡ് ആൻഡ് കീപ്പ് ഇൻ അവർ ഹോംസ് ഫോർ പർട്ടിക്കുലർ നീഡ്സ്. ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആനിമൽസിനെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോർ മിൽക്ക്, ഫോർ എഗ്ഗ്, ഫോർ മീറ്റ്, ആസ് പെറ്റ്സ്. ഫോർ മിൽക്കിന് വേണ്ടി നമ്മൾ അല്ലേ, നമ്മുടെ പാല് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൗവിനെ വീട്ടിൽ വളർത്താറുണ്ട്. ഗോട്ട്, ബഫല്ലോ, എരുമ, ഷീപ്പ്, ഇതിനെയൊക്കെ നമ്മൾ വളർത്താറുണ്ട്. ഫോർ എഗ്ഗിന്, മുട്ടയ്ക്ക് വേണ്ടി നമ്മൾ വളർത്തുന്നത് ഹെൻ, ഡക്ക്, ഹെൻ പിടക്കോഴി, ഡക്ക്, താറാവ്, ക്വിൽ, കാട, പിന്നെ ടർക്കി. ഫോർ മീറ്റിന് വേണ്ടി നമ്മൾ ഇറച്ചിക്കൊക്കെ വേണ്ടി ഗോട്ട്, ചിക്കൻ, ഓക്സ്, ഡക്ക്. നെക്സ്റ്റ് ആസ് പെറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളാണ് വീട്ടിലും നമ്മൾ ഓമനിച്ച് വളർത്തുന്ന ആനിമൽസൊക്കെ ഉണ്ട് അല്ലേ. ആനിമൽസും ബേർഡ്സൊക്കെ ഉണ്ട്. അത് ഏതൊക്കെയാണ്? ക്യാറ്റ്, പാരറ്റ്, ഫിഷ്, ഡോഗ്. എ മീറ്റിംഗ് ഇൻ ദ ഫോറസ്റ്റ്. ഹൗ ഫ്രീ ഐ വാസ് ജമ്പിങ് ഫ്രം ട്രീ ടു ട്രീ ആൻഡ് നൗ അല്ലേ. അപ്പോൾ ഈ ഒരു കുരങ്ങനെ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? കഴുത്തിൽ ചങ്ങലയൊക്കെ ഇട്ട് കൊണ്ടുപോവുകയാണ് അല്ലേ. ആ മാനിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലേ, അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് അല്ലേ. അപ്പം ഈ മങ്കി എന്താ പറയുന്നത്? ഹൗ ഫ്രീ ഐ വാസ് ജമ്പിങ് ഫ്രം ട്രീ ടു ട്രീ ആൻഡ് നൗ. ഞാൻ കാട്ടിലായിരുന്ന സമയത്ത് എന്ത് ഫ്രീ ആയിട്ടാണ് നടന്നത്. എന്താണ്, മരങ്ങളിൽ നിന്ന് ഒരു മരത്തിൽ നിന്ന് ചാടി മറ്റു മരത്തിൽ, അങ്ങനെയാണ് ആ മങ്കി കാട്ടിൽ വളർന്നത്. നെക്സ്റ്റ് നോക്കി, ഒരു കൂട്ടിലൊരു പാരറ്റിനെ ഇട്ടിരിക്കുന്നു അല്ലേ. പാരറ്റ് എന്താണ് പറയുന്നത്? ഐ കാൺട്ട് ഈവൻ ഫ്ലാപ്പ് മൈ വിങ്സ് ഇൻ ദിസ് കേജ്. എനിക്ക് ഇതിൻ്റെ ഈ കൂട്ടിനകത്തിരുന്ന് ചിറകടിക്കാൻ പറ്റുന്നില്ലല്ലോ.
Haven't you seen in the grief of creatures finding it difficult to live due to man's interference അല്ലേ? അപ്പോൾ നിങ്ങളിത് നോക്കിക്കേ, ഈ രണ്ട് പിക്ചറിലും നോക്കിക്കേ. ഈ മനുഷ്യർ എന്താണ് ചെയ്യുന്നത്? അവരുടെ ഇടപെടൽ മൂലം ഓരോ ക്രിയേച്ചേഴ്സിനും ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണല്ലേ. അവർ ഫ്രണ്ട്സ് ഇൻ ദ ഫോറസ്റ്റ് ഡിസൈഡ് ടു പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് സച്ച് ക്രൂവൽറ്റീസ്. അതുകൊണ്ട് കാട്ടിലെ കുറേ മൃഗങ്ങൾ ചേർന്ന് എന്ത് തീരുമാനിച്ചു? ഇതിന് ഈ ആളുകൾക്ക് എതിരെ, ഇങ്ങനെ ചെയ്യുന്നതിന് എതിരായിട്ട് ഒരു പ്രതിഷേധം നടത്താനായിട്ട് തീരുമാനിച്ചു. മെനി ക്രിയേച്ചേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മീറ്റിംഗ് ആസ് പാർട്ട് ഓഫ് ദിസ് പ്രൊട്ടസ്റ്റ്. ഇതിനെതിരെ, ഈ പ്രതിഷേധത്തിന് വേണ്ടി കാട്ടിലെ മൃഗങ്ങളെല്ലാം കൂടെ ചേർന്നൊരു മീറ്റിംഗ് വെക്കാൻ തീരുമാനിച്ചു. ഫുഡ് വാസ് പ്രിപ്പയർഡ് ഫോർ ഓൾ ഓഫ് ദം. എല്ലാവർക്കും എന്ത് ചെയ്തു? ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തു. ഫുഡ് വാസ് അറേഞ്ച്ഡ് അറ്റ് 2 places. ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് 2 പ്ലേസസിലാണ്. ഏതൊക്കെയാണ്? കൗണ്ടർ 1 ആൻഡ് കൗണ്ടർ 2 അല്ലേ? ഹൂ ഓൾ ടുക്ക് ഫുഡ് ഫ്രം കൗണ്ടർ 1? കൗണ്ടർ 1-ൽ നിന്നും ഏതൊക്കെ ആനിമൽസാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഫുഡ് എടുക്കുന്നതെന്ന് നോക്കുക. ആ പിക്ചറിൽ നോക്കിയിട്ട് എഴുതാനാണ്. അതുപോലെ ഫ്രം കൗണ്ടർ 2-ൽ നിന്നും ആരൊക്കെയാണ് ഫുഡ് എടുക്കുന്നത്, ഏതൊക്കെ ആനിമൽസാണ് ഫുഡ് എടുക്കുന്നതെന്ന് നോക്കുക. ഹൗവർ സം ക്ലെവർ ഫെലോസ് ടുക്ക് ഫുഡ് ഫ്രം ബോത്ത് കൗണ്ടേഴ്സ്. ഹൂ കുഡ് ദേ ബി? അപ്പോൾ 2 കൗണ്ടേഴ്സിനും ഫുഡ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൗണ്ടർ 1-ൽ നിന്ന് ഫുഡ് എടുക്കുന്ന ആനിമൽസ് ഏതൊക്കെയാണ്? എലിഫൻറ്റ്, ജിറാഫ്, റാബിറ്റ്, ഡിയർ, സീബ്ര, മങ്കി. ഫ്രം കൗണ്ടർ 2-ൽ നിന്ന് ഫുഡ് എടുക്കുന്ന ആനിമൽസ് ഏതൊക്കെയാണ്? ടൈഗർ, ചീറ്റ, ലയൺ, ക്രോക്കോഡൈൽ, ഫോക്സ്. പിന്നെ ചിലർ എന്ത് ചെയ്തു? ചില ആനിമൽസ് 2 കൗണ്ടറിൽ നിന്നും ഫുഡ് എടുക്കും. അവ ആരൊക്കെയാണ്? മങ്കി, ഫോക്സ്, ബേർഡ്. ഹാവൻ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾ ക്രിയേച്ചേഴ്സ് ഡു നോട്ട് ടേക്ക് ദ സെയിം ഫുഡ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എല്ലാ ക്രിയേച്ചേഴ്സിനും എന്താണ്? സെയിം ഫുഡല്ല അവർ കഴിക്കുന്നത് അല്ലേ? ഒരേപോലത്തെ ആഹാരമാണോ കഴിക്കുന്നത് എല്ലാ ജീവജാലങ്ങളും? അല്ല, വ്യത്യസ്ത തരത്തിലുള്ള ഫുഡാണ് കഴിക്കുന്നത്. ഫുഡ് കഴിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആനിമൽസിനെ 3ആയിട്ട് തരംതിരിക്കാം: ഹെർബിവോറസ്, കാർണിവോറസ്, ഓംനിവോറസ്. അതിൽ ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ മാത്രം കഴിക്കുന്നവയല്ലേ, സസ്യാഹാരം എന്ന് പറയും. അപ്പം അത് കൗണ്ടർ 1-ലെ ആനിമൽസാണ് അതെല്ലാം കഴിക്കുന്നത്. അവയെ ഹെർബിവോറസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഹെർബിവോറസ് ആനിമൽസാണ് എലിഫൻറ്റ്, ജിറാഫ്, സീബ്ര, മങ്കി, ഡിയർ, റാബിറ്റ്. നെക്സ്റ്റ് കാർണിവോറസ് എന്ന് പറയുമ്പോൾ മാംസാഹാരിയാണ്. മാംസം മാത്രം കഴിക്കുന്ന ആനിമൽസിനെയാണ് നമ്മൾ കാർണിവോറസ് എന്ന് പറയുന്നത്. അത് ലയൺ, ടൈഗർ, ചീറ്റ, ഫോക്സ്, ക്രോക്കഡൈൽ എന്നിവയാണ്. നെക്സ്റ്റ് ഓംനിവോറസ് എന്ന് പറഞ്ഞാൽ ബോത്ത് ഈറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഭക്ഷിക്കുന്നവയാണ് ഓംനിവോറസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആനിമൽസാണ് മങ്കീസ്, ഫോക്സ്, ബേർഡ്സ് ഒക്കെ ഓംനിവോറസിൽ വരുന്നവയാണ്. ഓൺ ദ ബേസിസ് ഓഫ് ഫുഡ് ഹാബിറ്റ്സ് ക്രിയേച്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഹെർബിവോറസ്, കാർണിവോറസ് ആൻഡ് ഓംനിവോറസ്. അത് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഓരോ ജീവജാലങ്ങളെ അതിൻ്റെ ഫുഡ് ഹാബിറ്റ് അനുസരിച്ച് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഹെർബിവോറസ്, കാർണിവോറസ് ആൻഡ് ഓംനിവോറസ്. ക്രിയേച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ഓൺലി പ്ലാന്റ്സ് ഫുഡ് ആർ ഹെർബിവോറസ്. ജീവജാലങ്ങളിൽ പ്ലാന്റ്സിനെ മാത്രം കഴിക്കുന്നവയാണെങ്കിൽ അവ എന്താണ്? ഹെർബിവോറസ് ആനിമലിൽ വരുന്നതാണ്. ദോസ് ദാറ്റ് ഈറ്റ് ഓൺലി ആനിമൽസ് ഫുഡ് ആർ കാർണിവോറസ് അല്ലേ? ആനിമൽസിനെ തന്നെ ഫുഡായിട്ട് കഴിക്കുന്നതിൽ മാംസാഹാരി അങ്ങനെ വരുന്ന ആനിമൽസാണ് കാർണിവോറസ്. ആൻഡ് ദോസ് ദാറ്റ് ഈറ്റ് ബോത്ത് കൈൻഡ് ഓഫ് ഫുഡ് ആർ ഓംനിവോറസ്. 2 ആഹാരവും കഴിക്കുന്നത്, അതായത് ബോത്ത് ഈറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അങ്ങനെയുള്ള ക്രിയേച്ചേഴ്സിനെയാണ് നമ്മൾ ഓംനിവോറസ് എന്ന് പറയുന്നത്. ടെക്നിക്സ് ടു ക്യാച്ച് പ്രേ. ഹാവൻ യു സീൻ ഹൗ കലോട്സ് ക്യാച്ചസ് പ്രേ? It catches prey using its tongue, whereas the spider forms a web to trap prey and then eats them. ഓക്കെ, ഇവിടെ നോക്കിയ 2 പിക്ചറിൽ ഒന്ന് കലോട്സും ഒന്ന് സ്പൈഡറുമാണ്. ഈ കലോട്സ് ഓന്തല്ലേ, ഇതെങ്ങനെയാണ് ഇരയെ പിടിക്കുന്നത്? അത് യൂസിങ് അതിൻ്റെ ടങ് ഉപയോഗിച്ചാണ് അല്ലേ? അതിന് നല്ല
മുള്ള ഒരു ടങ്ങുണ്ട്. അത് സ്റ്റിക്കി ടങ്ങായിരിക്കും. എന്തെങ്കിലും പ്രാണികളെയും മറ്റ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നാക്ക് പുറത്തോട്ട് നീട്ടും. അപ്പോൾ എന്ത് ചെയ്യും, ആ നാക്കൊരു സ്റ്റിക്കിയാണ്, ഒരു ഒട്ടിപ്പിടിപ്പുള്ള ഒരു നാക്കാണ്, ടങ്ങാണ് അതിനുള്ളത്. അതിൻ്റെ അകത്ത് ചെറിയ പ്രാണികളൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യും, നാക്ക് ഉള്ളിലേക്ക് വലിക്കും. അങ്ങനെയാണ് ഈ കലോട്ട്സ് എന്ത് ചെയ്യുന്നത്, ഇരയെ പിടിക്കുന്നത്. സ്പൈഡർ ആണെങ്കിൽ ഒരു വെബ്, ഒരു വല ഫോം ചെയ്യും അല്ലേ. വല ഫോം ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് അതിൻ്റെ ഇരകൾ എന്ത് ചെയ്യും, വന്ന് ചാടും. അങ്ങനെയാണ് അത് കഴിക്കുന്നത്. സിമിലർലി എവരി ഓർഗാനിസം സീക്സ് പ്രേ ഇൻ ദ ഡിഫറെൻറ്റ് വേ. ഇതുപോലെ തന്നെ പല ഓർഗാനിസത്തിനും, എല്ലാ ഓർഗാനിസവും എന്താണ്, പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇരയെ പിടിക്കുന്നത്. വുഡ് പെക്കർ, ഐ പെക്ക് ഓൺ ദ ട്രീ വിത്ത് മൈ സ്ട്രോങ് ബീക്ക്. മരംകൊത്തി എങ്ങനെയാണ്, മരത്തിൽ ചെന്ന് അതിൻ്റെ സ്ട്രോങ് ബീക്ക്, അതിൻ്റെ ചുണ്ടുകൾ കൊണ്ട്, ശക്തിയാണ് അതിൻ്റെ ചുണ്ടിന്, നല്ല ശക്തിയാണ്. ആ ശക്തിയുള്ള ചുണ്ടുകൊണ്ട് എന്ത് ചെയ്യും, ആ ട്രീയിലെ ആ തൊലി എന്ത് ചെയ്യും, ഇങ്ങനെ കൊത്തും, നന്നായിട്ട് കൊത്തും. ഐ ഫീഡ് ഓൺ ഇൻസെക്ട് ബീനീത്ത് ഇറ്റ്. അതിൻ്റെ അടിയിലുള്ള ഇൻസെക്ട്സിനെയും ചെറു പ്രാണികളെയൊക്കെ എന്ത് ചെയ്യും, അത് ആഹാരമാക്കും. ഐ ഹാവ് ക്ലോസ് ദാറ്റ് ഹെൽപ്പ് മീ ഫിക്സ് മൈസെൽഫ് ഓൺ ദ ട്രീസ്. അപ്പോൾ ഈ മരംകൊത്തിയുടെ കാലിലെ നഖങ്ങളാണ് ആ മരത്തിൽ അതിനെ നല്ല ഫിക്സ് ചെയ്ത് ഇരിക്കാനും സാധിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അത് അതിൻ്റെ സ്ട്രോങ് ബീക്ക് വെച്ച് അത് മരത്തിൽ ഇങ്ങനെ കൊത്തുന്നത്. നെക്സ്റ്റ് ഡക്ക്, ഐ ഹാവ് എ ഫ്ലാറ്റ് ബീക്ക്. അതിനൊരു പരന്ന ചുണ്ടുകളാണ് ഉള്ളത്. യൂസിങ് ദിസ് ഐ ക്യാൻ സെർച്ച് ഫോർ ഫുഡ് ഇൻ വാട്ടർ ആൻഡ് മഡ്. ഈ പരന്ന ചുണ്ടുകൾ ഉള്ളത് കൊണ്ട് അതിന് വാട്ടറിലും, വെള്ളത്തിലും ചെളിയിലും ഒക്കെ ഫുഡ് അന്വേഷിച്ച് നടക്കാൻ പറ്റും. മൈ ലെഗ്സ് ഹെൽപ്പ് മീ സ്വിം ഇൻ വാട്ടർ. അതിൻ്റെ ലെഗ്സാണ് അതിനെ വാട്ടറിൽ നീന്താൻ സഹായിക്കുന്നത്. ആൻഡ് സ്റ്റാൻഡ് ഫേംലി ഇൻ മഡ് വിത്തൗട്ട് സിങ്കിങ് ഇൻ ടു ഇറ്റ്. അപ്പോൾ അതുപോലെ തന്നെയാണ് അതിൻ്റെ കാലുകളെ ഈ മഡിയായിട്ടുള്ള ഈ ചെളി വെള്ളത്തിലൊക്കെ ഉറപ്പിച്ച് നിർത്താൻ സഹായിക്കുന്നതും ഇതിൻ്റെ ഈ കാലുകൾ കൊണ്ടാണ്. നെക്സ്റ്റ് ഡൂഡിൽ ബഗ്. ഡൂഡിൽ ബഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലെസൻ്റെ പേര് തന്നെ എന്താണ്, ഫ്രം ഡൂഡിൽ ബഗ് ടു ടസ്കർ അല്ലേ, കുഴിയാന മുതൽ കൊമ്പനാന വരെ. അപ്പോൾ ഡൂഡിൽ ബഗ് എന്ന് പറയുന്നത് കുഴിയാനയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഇരയെ പിടിക്കുന്നത്. ഹാവ് യു സീൻ ദ ആൻറ്റ് ലൈൻ. ആൻറ്റ് ലൈൻ എന്നാണ് ഇതിന് മറ്റൊരു പേര്. ക്യാച്ചിങ് പ്രേ. എങ്ങനെയാണ് ഇവ ഈ ഡൂഡിൽ ബഗ് ഇരയെ ക്യാച്ച് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ. ഹീ ഡിഗ്സ് പിറ്റ്സ് ഇൻ ഡ്രൈ സോയിൽ ഓഫ് ഏരിയ ദാറ്റ് ഡു നോട്ട് ഗെറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് ഓർ റെയിൻ. ഡയറക്റ്റായിട്ട് സൺലൈറ്റും റെയിനും ഏൽക്കാത്ത സ്ഥലത്ത്, അതായത് നല്ല ഡ്രൈ സോയിൽ, അല്ല ഉണങ്ങിയ മണ്ണിൽ എന്ത് ചെയ്യും, കുഴികളുണ്ടാക്കും. യു മെയ് ഹാവ് സീൻ ഇറ്റ്സ് പിറ്റ് ഇൻ ദ വരാന്ത ആൻഡ് യാർഡ് ഓഫ് യുവർ ഹൗസ്. ഇത് നമ്മുടെ വരാന്തകളിലും നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ ഈ കുഴികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. ദിസ് സ്കിൽഫുൾ വൺസ് ഹൈഡ് ഇൻ ദ സോയിൽ പിറ്റ്സ് വിത്ത് ഓൺലി ദെയർ ഹോൺസ് ജെറ്റിംഗ് ഔട്ട്. ഇവ എന്താണ് ചെയ്യുന്നത്, ഇതിൻ്റെ 2 ഹോൺ, അതായത് ഇതിൻ്റെ 2 കൊമ്പ് പുറത്തേക്ക് ഇട്ടിട്ട് ബാക്കി ഭാഗം കുഴിയിലിട്ട് ഇറക്കി വയ്ക്കുക അല്ലേ. സ്മോൾ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഫോൾസ് ഇൻ ദ പിറ്റ്സ് ക്യാൻ നെവർ ക്ലൈംബ് ഔട്ട് ഓഫ് ഇറ്റ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ പെക്കുലാരിറ്റീസ് ഓഫ് ദ പിറ്റ്. ആ കുഴിയാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ആ കുഴി അല്ലേ, ഒരു ചെറിയ കുഴിയാണ്. അതിൽ എന്ത് ചെയ്യും, ഇവന് ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്യും, ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്ന് വീഴുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ ഡൂഡിൽ ബഗ് അതിന് എന്ത് ചെയ്യും, കഴിക്കും. അത് തിരിച്ച് ആ ചെറിയ പ്രാണികൾ ഈ കുഴിയിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ കുഴി അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹാവ് യു സീൻ ദ ഹെൻ സെർച്ചിങ് ഫോർ ഫുഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹെൻ ഫുഡ് സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. യു മേ ഹാവ് സീൻ ഇറ്റ് സ്ക്രാച്ചിങ് ദ ഗ്രൗണ്ട് വിത്ത് ഇറ്റ്സ് ഫീറ്റ് ആൻഡ് പെക്കിംഗ് അറ്റ് ദ ഫുഡ് വിത്ത് ഇറ്റ്സ് ബീക്ക്. അതെന്ത് ചെയ്യും, ഗ്രൗണ്ടിൽ മണ്ണിൽ എന്ത് ചെയ്യും, നന്നായിട്ട് മാന്തി, അതിൻ്റെ കാലുകൾ വെച്ച് മാന്തിയിട്ട് അതിന് ചെറിയ പ്രാണികളോ അല്ലെങ്കിൽ മറ്റ് ആഹാരങ്ങളോ അതെന്ത് ചെയ്യും, കൊത്തും. അതിൻ്റെ ചുണ്ടുകൊണ്ട് കൊത്തിയിട്ട് അതെന്ത് ചെയ്യും, ചുണ്ടിലോട്ട് വെച്ച് എന്ത് ചെയ്യും, അതങ്ങ് കഴിക്കും. ഒബ്സർവ് ദ വേ ഇൻ വിച്ച് ബേർഡ്സ് അറൗണ്ട് യു ക്യാച്ച് പ്രേ. നിങ്ങൾക്ക് ചുറ്റുമുള്ള ബേർഡ്സിനെ നിങ്ങൾ നിരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ, അവ എങ്ങനെയാണ് ഇരയെ പിടിക്കുന്നതെന്ന്. ഫൈൻഡ് ഔട്ട് ഹൗ ദ ബീക്സ് ആൻഡ് ഫീറ്റ് ഹെൽപ്പ് ദം ക്യാച്ച് പ്രേ. അവയുടെയൊക്കെ കാലും ബീക്സ് ചുണ്ടുകളും ഉപയോഗിച്ച് അവ എങ്ങനെയാണ്
ഈ ഇരയെ പിടിക്കുന്നതെന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ഡയറിയിൽ നിങ്ങൾ എഴുതുക. ഇവിടെ ലൈന് പറയാനുള്ളത് എന്താണ്? ഐ ഹാവ് ഷാർപ്പ് നെയിൽസ് ആൻഡ് ടീത്ത്. എനിക്ക് ഷാർപ്പ് നല്ല കൂർത്ത നഖങ്ങളും അതുപോലെ പല്ലുകളുമാണ് ഉള്ളത്. ദേ ഹെൽപ്പ് മീ ക്യാച്ച് പ്രേ ആൻഡ് ടിയർ ഇറ്റ്. ഇതെന്തിന് സഹായിക്കുന്നു? ഇരയെ പിടിക്കാനും അല്ലേ, ഷാർപ്പ് നെയിൽസ് വെച്ച് ഇരയെ പിടിക്കാനും അതുപോലെ ടീത്ത് വെച്ച് എന്ത് ചെയ്യുന്നു, ടിയർ ഇറ്റ്, അതിനെ കടിച്ച് കീറി തിന്നാനും സഹായിക്കുന്നു. ഇവിടെ ക്യാറ്റിന് എന്താ പറയാനുള്ളത്? ഹാവൻ യു നോട്ടീസ്ഡ് മൈ ഷാർപ്പ് ടീത്ത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ക്യാറ്റിൻ്റെ ടീത്ത്? നല്ല ഷാർപ്പ് ടീത്താണ്. ഐ ടിയർ മൈസ് യൂസിങ് ദിസ് ടീത്ത്. എലികളെയൊക്കെ കടിച്ച് കീറി തിന്നുന്നത് ഈ ടീത്ത് ഉപയോഗിച്ചാണ്. ഒബ്സർവ് ഹൗ ദ ലിസാർഡ് ഇൻ യുവർ ഹൗസ് ക്യാച്ചസ് പ്രേ ആൻഡ് നോട്ട് ഇറ്റ് ഡൗൺ ഇൻ ദ എൻവയോൺമെൻറ്റ് ഡയറി. നിങ്ങളുടെ വീട്ടിലെ ലിസാർഡ് ഉണ്ട് അല്ലേ, എന്താണ് പല്ലി, അത് ഈ ഇരകളെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ഡയറിയിൽ നിങ്ങൾ എഴുതുക. ഫോർ ഡിഫെൻസ്, പ്രതിരോധിക്കുന്നത് അല്ലേ. ലൈക്ക് ഹൗ ദ ഫോക്സ് ഗോട്ട് ദ ടോർട്ടോയ്സ്. ഹാവ് യു ഹേർഡ് ദിസ് സെയിം? ഈ പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ്? കുറുക്കന് ആമയെ കിട്ടിയതുപോലെ. സീയിങ് ദ ഫോക്സ് ദ ടോർട്ടോയ്സ് പുൾഡ് ബാക്ക് ഇറ്റ്സ് ഹെഡ് ആൻഡ് ലെഗ്സ് ഇൻടു ഇറ്റ്സ് ഷെൽ. ഈ കുറുക്കനെ കണ്ട ഉടനെ ഈ ആമ എന്ത് ചെയ്തു? അതിൻ്റെ തലയും ലെഗ്സും കാലും ഒക്കെ എന്ത് ചെയ്തു? അതിൻ്റെ ഷെല്ല്, അതിൻ്റെ പുറന്തോടിനുള്ളിലേക്ക് വലിച്ചു. The fox stood waiting for the head of tortoise to come out. ഫോക്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. എന്താണ് ഇത്? ഈ ആമ തലയൊക്കെ വെളിയിലിട്ട് വരുന്നതും കാത്ത്. വാട്ട് എ ഫൺ! ഹൗ ഈസ് ദ ട്രിക്ക് യൂസ്ഡ് ബൈ ദ ടോർട്ടോയ്സ് ടു ഹാവ് ഹിംസെൽഫ് ഫ്രം എനിമീസ്. അത് നമുക്കൊരു എന്താണ്, ഒരു ഫണ്ണായിട്ട് തോന്നും അല്ലേ? എങ്ങനെ ഫണ്ണായിട്ട് തോന്നി? ഈ ടോർട്ടോയ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എനിമിയിൽ നിന്നും രക്ഷ നേടുന്നത് അങ്ങനെയാണ്. ഹാവ് യു സീൻ എനി അതർ ക്രിയേച്ചേഴ്സ് യൂസസ് സച്ച് ട്രിക്സ് ടു എസ്കേപ്പ് ഫ്രം എനിമീസ്? നിങ്ങൾ വേറെ ഏതെങ്കിലും ഓർഗാനിസം അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികൾ ഏതെങ്കിലുമൊക്കെ ട്രിക്സ് ഉപയോഗിച്ചിട്ട് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നെയിം ദെം. ഹൗ ഡു ദേ എസ്കേപ്പ്? അതിൻ്റെ പേര് എഴുതുക. അതെങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് എഴുതുക. ഇവിടെ കുറച്ച് ഓർഗാനിസത്തിൻ്റെ ക്രിയേച്ചേഴ്സിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അവ എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് ടെക്നിക്സ് ടു എസ്കേപ്പ്. ക്യാൻ യു റൈറ്റ് ദ വേസ് ഇൻ വിച്ച് വി എസ്കേപ്പ്? ഇവിടെ കുറച്ച് ക്രിയേച്ചേഴ്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഇവ എങ്ങനെയാണ് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കലോട്ട്സ് എന്ന് പറയുമ്പോൾ ഓന്ത്. അവ എന്ത് ചെയ്യും? എനിമീസിനെ കാണുമ്പോൾ, ശത്രുക്കളെ കാണുമ്പം ചേഞ്ചിങ് ബോഡി കളർ, അതിൻ്റെ ബോഡി കളർ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം വരുത്തും. നെക്സ്റ്റ് പ്രൊക്കോപെയിൻ എന്ന് വെച്ചാൽ മുള്ളംപന്നി. ഡാർട്സ് അറ്റ് ദ ത്രോൺ ഓൺ ഇറ്റ്സ് ബോഡി അറ്റ് ദ എനിമീസ്. അതിൻ്റെ പുറത്ത് നല്ല മുള്ളുകളുണ്ട് അല്ലേ, അതെന്ത് ചെയ്യും? എനിമീസ് ശത്രുക്കൾ വരുമ്പം ആ ശത്രുക്കളുടെ പുറത്തേക്ക് എന്ത് ചെയ്യും? എറിയും. നെക്സ്റ്റ് സ്ക്വിഡ്, കണവ. എന്താണ്? എസ്കേപ്പ് മിക്സിങ് ഇങ്ക് ഇൻ വാട്ടർ. എനിമീസ് ആക്രമിക്കാൻ വരുമ്പോഴത്തേക്ക് ഇവ എന്ത് ചെയ്യും? ആ വാട്ടറിൽ എന്ത് ചെയ്യും? ഇങ്ക് എന്ത് ചെയ്യും? കലർത്തും. അങ്ങനെ അത് രക്ഷപ്പെടും. നെക്സ്റ്റ് മില്ലിപ്പേഡ് എന്ന് പറയുമ്പോൾ തേരട്ട. ചേഞ്ചിങ് ബോഡി ഷേപ്പ്, അതിൻ്റെ ബോഡി ഷേപ്പും വരുത്തും, അതായത് അങ്ങ് ചുരുണ്ട് കിടക്കും. നെക്സ്റ്റ് സ്നെയിൽ, ഒച്ച്. വിഡ്രോസ് ഹെഡ് ഇൻറ്റു ഷെൽ. അതിൻ്റെ തല അത് സ്നെയിലിൻ്റെ ഷെല്ലിലേക്ക് അതെന്ത് ചെയ്യും? ഷെല്ലിലേക്ക് അത് വലിക്കും. നെക്സ്റ്റ് ലിസാർഡ് ഷെഡിങ് ടെയിൽ. എനിമീസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ വാല് മുറിച്ചിട്ടത് രക്ഷപ്പെട്ടു പോകും. ഓർഗാനിസം എസ്കേപ്പ് ഫ്രം ദെയർ എനിമീസ് ബൈ ചേഞ്ചിങ് ബോഡി കളർ, ചേഞ്ചിങ് ഷേപ്പ് ആൻഡ് ഷെഡിങ് ടെയിൽ. ഓർഗാനിസം, ജീവജാലങ്ങൾ എനിമീസിൽ നിന്നും രക്ഷ നേടുന്നത് ഒന്നുകിൽ അതിൻ്റെ ബോഡി കളർ ചേഞ്ച് വരുത്തിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ ചേഞ്ച് വരുത്തിയിട്ടായിരിക്കാം, അതുമല്ലെങ്കിൽ ഷെഡിങ് ടെയിൽ, വാൽ മുറിച്ചിട്ടൊക്കെ ആയിരിക്കാം. സർട്ടൻ സ്കിൽസ് ഗിവൺ ബൈ നേച്ചർ ഹെൽപ്സ് ദിസ് ഓർഗാനിസം ഇൻ ദിസ്, നോട്ട് ഓൺലി ആനിമൽസ് പ്ലാന്റ്സ് ടു ഹാവ് സച്ച് അഡാപ്റ്റേഷൻസ്. അപ്പോൾ അത് നേച്ചറിൽ നിന്നും അതിന് കിട്ടിയ അഡാപ്റ്റേഷനാണ്. അത് ആനിമൽസിന് മാത്രമല്ല പ്ലാന്റ്സിനും ഇങ്ങനത്തെ കുറേ അഡാപ്റ്റേഷൻസുകൾ ഉണ്ട്. നെക്സ്റ്റ് ക്രോളിംഗ്, വാക്കിംഗ്, ഫ്ലൈയിങ്. ക്രോളിംഗ് മീൻസ് ഇഴയുക, വാക്കിംഗ് നടക്കുക, ഫ്ലൈയിങ് പറക്കുക.
ഡോണ്ട് യു റിമെമ്പർ ദ മീറ്റിംഗ് ഓഫ് ക്രിയേച്ചേഴ്സ്? അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, അവിടെ കുറേ ക്രിയേച്ചേഴ്സിൻ്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളത് മറന്നുപോയോ? കിങ് ലയൺ ക്ലൈംബ്ഡ് ദാറ്റ് ദ മീറ്റിംഗ് അറ്റൻഡഡ് ബൈ ഓൾ ക്രിയേച്ചേഴ്സ് വാസ് എ ഗ്രാൻഡ് സക്സസ്. ലയൺ എന്ത് ചെയ്തു? ചാടി പെട്ടെന്ന് അവിടെ വന്നു. അങ്ങനെ മീറ്റിംഗ് ഒക്കെ എന്താണ്, നല്ലൊരു സക്സസ് ആയിരുന്നു. സം ഓഫ് ദം ഹാഡ് ടു ട്രാവൽ ഫോർ ഡേയ്സ് ടു റീച്ച് ദ വെന്യൂ ഓഫ് ദ മീറ്റിംഗ്. ചിലർക്ക് ദിവസങ്ങളെടുത്തു യാത്ര ചെയ്ത് ആ സ്ഥലത്തെത്താൻ, മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തെത്താൻ. ദ ചീറ്റ ഹൂ ഈസ് ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ റീച്ച്ഡ് ഫസ്റ്റ്. ചീറ്റ എന്ന് പറയുന്നത് വേഗത്തിൽ ഓടുന്ന ആനിമലാണ്, ഫാസ്റ്റസ്റ്റ് റണ്ണറാണ്. അതുകൊണ്ട് ചീറ്റ എന്ത് ചെയ്തു? ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഫസ്റ്റ് എത്തി. ദ സ്നെയിൽ സാറ്റ് ഓൺ ദ ബാക്ക് ഓഫ് ദ വൾച്ചർ ഹൂ ഫ്ലീ ടു ദ സ്പോട്ട്. സ്നെയിൽ എന്ത് ചെയ്തു? വൾച്ചറിൻ്റെ പുറത്തിരുന്ന്, കഴുകൻ്റെ പുറത്തിരുന്നിട്ട് എന്ത് ചെയ്തു? പറന്ന് വന്നു. ദ സ്നെയിൽ വാസ് പ്രൗഡ് ഓഫ് റീച്ചിങ് ഇയർലി. അപ്പോഴത്തേക്ക് സ്നെയിലിന് ഭയങ്കര സന്തോഷമായി, എന്താണ്, അഭിമാനവുമായി, എന്താണ്, ഇതിൻ്റെ പുറത്തിരുന്ന് വന്നതുകൊണ്ട്. അപ്പോൾ സ്നെയിൽ എന്താണ് ഇവിടെ പറയുന്നതെന്ന് നോക്കാം. ഹാഡ് ദ വൾച്ചർ നോട്ട് ഹെൽപ്ഡ് മീ ഐ ഡോണ്ട് നോ വെൻ ഐ വുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ ക്രോളിങ് ആൻഡ് ക്രോളിങ്. അവൻ പറയുകയാണല്ലേ, വൾച്ചറിൻ്റെ ഹെൽപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഇവിടെ എത്തുമായിരുന്നു അല്ലേ. ക്രോളിങ് എഴഞ്ഞെഴഞ്ഞ് എങ്ങനെ എത്തുമായിരുന്നു എന്ന് സ്നെയിൽ ഇവിടെ പറയുന്നു. ഹൗ മൈറ്റ് ദ അതർ ക്രിയേച്ചേഴ്സ് ഹാവ് റീച്ച്ഡ് ദ മീറ്റിംഗ്? മറ്റ് ക്രിയേച്ചേഴ്സൊക്കെ ആ മീറ്റിങ്ങിൽ എങ്ങനെയാണ് എത്തിയത്? ലെറ്റസ് ട്രൈ ടാബുലേറ്റിംഗ് ഓർഗാനിസം ഓൺ ദ ബേസിസ് ഓഫ് ദെയർ മോഡ് ഓഫ് ലോക്കോമോഷൻ. ഈ ഓർഗാനിസത്തെ അതിൻ്റെ മോഡ് ഓഫ് ലോക്കോമോഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സഞ്ചാര രീതി അനുസരിച്ച് അതിനെ തരം തിരിച്ചെഴുതാൻ ഇവിടെ ഒരു 3 കോളത്തിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റിൽ ദോസ് ദാറ്റ് കെയിം ക്രോളിങ്, എഴയുന്ന ജീവജാലങ്ങൾ അല്ലേ. ദോസ് ദാറ്റ് കെയിം വാക്കിംഗ്, നടന്നു വന്ന ഓർഗാനിസം ഏതൊക്കെയാണ്? ദോസ് ദാറ്റ് കെയിം ഫ്ലൈയിങ്, പറന്നു വന്നവ ആരൊക്കെയാണ്? നമുക്കിത് നോക്കാം. ഇതിൽ ക്രോളിങ്ങിൽ എഴഞ്ഞു വന്നത് സ്നെയിൽ, സ്നേക്ക്, മില്ലിപീഡ്സ് ആണ്. വാക്കിംഗ് ചെയ്ത് വന്നത് ഫോക്സ്, കൗ, ഗോട്ട്. ഫ്ലൈങ്, പറന്ന് വന്നത് ഡ്രാഗൺ ഫ്ലൈ, വൾച്ചർ, ഈഗിളാണ്. ദ മോഡ് ഓഫ് ലോക്കോമോഷൻ ഓഫ് ഓർഗാനിസംസ് ആർ ഡിഫറെൻറ്റ് അല്ലേ. പല ഓർഗാനിസത്തിനും പല തരത്തിലുള്ള സഞ്ചാര രീതിയാണ് ഉള്ളത്. സം ക്യാൻ ഓൺലി ക്രോൾ, ചിലരെന്താണ്, എഴയും. സം അതേഴ്സ് ക്യാൻ ഫ്ലൈ, ചിലരെന്ത് ചെയ്യും, പറക്കും. വാക്ക് ആൻഡ് റൺ, അതുപോലെ എന്താണ്, അവർ നടക്കുകയും ഓടുകയും ചെയ്യും. സം ക്യാൻ വാക്ക് ആൻഡ് റൺ, ചിലരെന്ത് ചെയ്യും, ചില ഓർഗാനിസം നടക്കുകയും ഓടുകയും ചെയ്യും. നെക്സ്റ്റ്, ലിസൺ ടു ദ സ്പീച്ച് മെയ്ഡ് ബൈ ദ ഫ്രോഗ് അറ്റ് മീറ്റിംഗ് ഓഫ് ദ ക്രിയേച്ചേഴ്സ്. ആ മീറ്റിങ്ങിനിടയിൽ ഫ്രോഗ് ഒരു സ്പീച്ച്, പ്രസംഗം നടത്തുകയുണ്ടായി. എന്താണെന്ന് നോക്കാം. ഡിയർ ഫ്രണ്ട്സ്, യു ഓൾ നോ വെൽ അവർ ക്രോക്കിംഗ് സൗണ്ട്, ഡോണ്ട് യു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ നല്ല എന്താണ് ക്രോക്കിംഗ് സൗണ്ട് അല്ലേ. There was a time when was lived happily in the yard and field. ഞാനൊരിക്കൽ അല്ലേ നല്ല സന്തോഷത്തോടു കൂടിയ പറമ്പിലും അതുപോലെ വയലിലൊക്കെ താമസിച്ചിരുന്നു. We made pets that fed on paddy and other crops our food. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, കീടങ്ങളെയൊക്കെ ഭക്ഷിച്ച് മറ്റ് വിളകളെയൊക്കെ കഴിച്ച് അങ്ങനെ സുഖമായിട്ട് ജീവിച്ചിരുന്ന ആളായിരുന്നു ആര്? ഈ ഫ്രോഗ്. ഇൻ ദിസ് വേ വി ഹെൽപ്ഡ് ഫാമേഴ്സ് വെരി മച്ച്. ഈ രീതിയിൽ ഈ പെസ്റ്റിനെയൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ, കീടങ്ങളെയൊക്കെ കഴിക്കുന്നുണ്ട്, ഫാമേഴ്സിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളും ആയിരുന്നു അത്. യെറ്റ് ഹ്യൂമൻ ബീങ്സ് ഹിൽഡ് ആൻഡ് ഏറ്റസ്. എന്നാൽ എന്ത് ചെയ്തു, മനുഷ്യരെന്നെ കൊന്ന് തിന്നുകയും ചെയ്തു. ദേ ലെവൽഡ് ഫീൽഡ് ആൻഡ് സ്വാം ഫില്ലിംഗ് ദം വിത്ത് സോയിൽ. ഈ മനുഷ്യരെന്ത് ചെയ്തു, വയലുകളും ചതുപ്പ് പ്രദേശങ്ങളും ഒക്കെ എന്ത് ചെയ്തു, മണ്ണുകൊണ്ട് മൂടി. ദേ സ്പ്രേഡ് പെസ്റ്റിസൈഡ്സ് ഇൻ ദ ഫീൽഡ്. അവരെന്ത് ചെയ്തു, അവരുടെ വയലുകളിലൊക്കെ അവർ കീടനാശിനികളൊക്കെ അടിക്കാൻ തുടങ്ങി. മസ്റ്റ് വി പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദിസ്. ഇതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം, പ്രതിഷേധിക്കുക തന്നെ വേണം. ഇഫ് ദിസ് ഈസ് അവർ ഫേറ്റ് ടുഡേ. ഇത് നമ്മുടെ ഒരു വിധിയാണ്. ഇറ്റ് ക്യാൻ ബി യുവേഴ്സ് ടുഡേ. നാളെ നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാകാം. സംതിങ് ഷുഡ് ബി ഡൺ സൂൺ. നമ്മൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുക. നെക്സ്റ്റ്, ഗാർഡൻ ഇൻ ദ സീ. സീയിലെ പൂന്തോട്ടം. കോറൽ റീഫ്സ് ആർ സോ ബ്യൂട്ടിഫുൾ ടു ലുക്ക് അറ്റ്. കോറൽ റീഫ്സ് എന്ന് പറയുമ്പോൾ പവിഴപ്പുറ്റുകൾ കാണാൻ നല്ല
മനോഹരമാണ്. ദേ ആർ എ ബിഗ് വേൾഡ് ഓഫ് ലിവിങ് ഓർഗാനിസം ഓഫ് സീ. സീയിലെ തന്നെ ഒരു ധാരാളം ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു ബിഗ് വേൾഡ് തന്നെയാണത്. കോറൽ റീഫ്സ് ദാറ്റ് സീം ലൈക്ക് ഫോറസ്റ്റ് ആർ ഇൻ ദ റെയിൻ ഫോറസ്റ്റ് ഓഫ് സീ. ഇതെന്താണ്, ഒരു കാണാൻ തന്നെ ഒരു ഫോറസ്റ്റ്, റെയിൻ ഫോറസ്റ്റ്, കടലിലെ റെയിൻ ഫോറസ്റ്റ് പോലെയാണ്. ദേ ഗ്രോ 1 by 1. ഇതെങ്ങനെയാണ്, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പറ്റിപ്പിടിച്ച് വളരുന്നത്. ദേ ആർ വെരി സ്ട്രോങ്. ഭയങ്കര കട്ടിയാണ്, സ്ട്രോങ് ആണ്, ശക്തിയാണ് അതിന്. ദേ ആർ ബെനിഫിഷ്യൽ ടു അസ് ഇൻ മെനി വേയ്സ്. നമുക്ക് ഒരുപാട് രീതിയിൽ ഇത് ഉപയോഗം ചെയ്യുന്നു. ഹൗവർ ദിസ് ഗാർഡൻ ഈസ് ഗെറ്റിംഗ് ഡിസ്ട്രോയ്ഡ് ഡ്യൂ ടു ദ ഹ്യൂമൻ ഇൻ്റർഫറൻസ്. മനുഷ്യൻ്റെ കൈകടത്തൽ മൂലം എന്ത് ചെയ്യുന്നു, ഇതിന്, ഈ പവിഴപ്പുറ്റുകൾക്ക് ഒരുപാട് നാശം സംഭവിക്കുന്നു. ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദിസ് ഗാർഡൻ മസ്റ്റ് ബി പ്രിവെൻറ്റഡ്. ഇത് ഇങ്ങനെ നശിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക, തടയുക. ലെറ്റ് us assess. First question, classify the organism shown in the picture on the basis of their food habits and write their names. അപ്പോൾ നമ്മൾ ഈ ഫുഡ് ഹാബിറ്റാൻ്റെ അനുസരിച്ച് അടിസ്ഥാനത്തിൽ ഈ ആനിമൽസിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഹെർബിവോറസ്, കാർണിവോറസ്, ഒംനിവോറസ്. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അത് നിങ്ങൾ ഈ വീഡിയോയിൽ നോക്കി എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ക്രിയേച്ചേഴ്സ് ഷെഡ് ഇറ്റ്സ് ബോഡി പാർട്സ് ടു എസ്കേപ്പ് ഫ്രം എനിമി. ഏത് ജീവിയാണ് അതിൻ്റെ എനിമിയിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി അതിൻ്റെ ബോഡി പാർട്ട് മുറിക്കുന്നത്? ഏതാണ്? ലിസാർഡ്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ഓർഗാനിസം ഗിവൺ ബിലോ ആൻഡ് സ്വിം ആൻഡ് വാക്ക്. ഏത് ഓർഗാനിസമാണ് സ്വിം, നീന്തുന്നതും നടക്കുന്നതും? ഏതാണ്? ഡക്ക്. നെക്സ്റ്റ്, മാച്ച് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് ദ ഓർഗാനിസം. ഇവിടെ പിക്ചറിൽ കുറേ ആനിമൽസിൻ്റെ ഹെഡ് പോർഷൻ തന്നിട്ടുണ്ട്, അതുപോലെ അപ്പുറത്തേൽ അതിൻ്റെ ക്ലോസിൻ്റെ പിക്ചറും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹെഡ് നോക്കിയിട്ട് നിങ്ങൾ അത് ഏത് ഓർഗാനിസമാണെന്ന് അതിൻ്റെ പേരെഴുതുക, എന്നിട്ട് ആ ക്ലോസിൽ അത് മാച്ച് ചെയ്യുക. നിങ്ങളത് ചെയ്യുക. ഓക്കെ, ഈ ലെസൻ്റെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.